ബോധ്യം മൂന്ന് തരത്തിലുള്ള ക്യാപിറ്റലിനെ പറ്റി പറയുന്നുണ്ട്. കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ക്യാപിറ്റൽ. സോ ഇതിൽ കൾച്ചറൽ ക്യാപിറ്റൽ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് എംബഡീഡ് ക്യാപിറ്റൽ, രണ്ടാമത്തത് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ, മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റൽ. സോ ഇതിൽ എംബഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ in the state the cultural capital exists in the form of long-lasting dispositions such as culture, civilization, personally invested. എംബഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറേ എംബഡി ചെയ്തിട്ടുള്ള കുറേ വാല്യൂസ്, തോട്ട്സ് ഉണ്ട്. അതിനെയാണ് എംബഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമ്മുടെ സംസ്കാരമാവാം, നമ്മളുടെ സിവിലൈസേഷനൊക്കെ ആവാം. പിന്നുള്ളത് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റലാണ്. അത് വേണമെങ്കിൽ നമ്മൾ പിക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുക്കാവാം, ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം. അതായത് ഇന്ത്യൻ സൊസൈറ്റീൻ്റെ കൾച്ചറിനെ കാണിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ട് നമ്മൾക്ക്. അതായത് ഇപ്പം നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം, നമ്മളുടെ ക്ലോത്തിങ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചേഴ്സ് ആവാം പണ്ടത്തെ. സോ അതൊക്കെ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള കൾച്ചറൽ ക്യാപിറ്റലാണ്. ഒരു വ്യക്തിയുടെ ആവാം, അതുപോലെ ഒരു സമൂഹത്തിൻ്റെയും ആവാം. മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റലാണ്. അത് വേണമെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചില കൾച്ചറിൻ്റെ ബേസിലുള്ള, അതായത് സംസ്കാരത്തിൻ്റെ ബേസിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തക്ഷശില, അതുപോലെ നളന്ദ എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ കൾച്ചറൽ ക്യാപിറ്റലാണ്, ഒരു സ്ഥാപനമാണ്. അതുപോലെ മാരേജ്, കിൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അങ്ങനത്തെ കൾച്ചറൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറാണ്. രണ്ടാമത്തെ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ക്യാപിറ്റലാണ്. അതിൽ ഇൻ സിമ്പിൾ വേർഡ്സ് സോഷ്യൽ ക്യാപിറ്റൽ മീൻസ് മെമ്പർഷിപ്പ് ഇൻ എ ഗ്രൂപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് with the backing of the collectivity owned capital in the various senses of the word. അതായത് ഒരു മെമ്പർ, ഇപ്പോൾ ഞാൻ ഈ ഒരു സമൂഹത്തിൻ്റെ മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ഈ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു, അതായത് സാമൂഹികമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാം ഇതിലെ മെമ്പർ എന്ന നിലയിൽ. അതായത് ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എൻ്റെതും കൂടിയാണ്, അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയാണ്, അതുപോലെ സമൂഹത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സോഷ്യൽ ക്യാപിറ്റലായിട്ട് മാറും. സോ അപ്പം നമ്മൾ പറയും ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അങ്ങനെയുള്ള എല്ലാം തന്നെ സോഷ്യൽ ക്യാപിറ്റലായിട്ട് മാറും. പിന്നെ അത് എക്കണോമിക് ക്യാപിറ്റലാണ്. എക്കണോമിക് ക്യാപിറ്റൽ ഈസ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഡയറക്ട്ലി കൺവേർട്ടബിൾ ഇൻ ടു മണി ആൻഡ് മേ ബി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ്. എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് കാശാവണം, അതായത് മണി റിലേറ്റഡ് ആവണം, അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടി ആവും. അതായത് നമ്മളുടെ കയ്യിലുള്ള എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ വീടുണ്ട്, എനിക്ക് കാറുണ്ട്, അതാണ് ഇക്കണോമിക് ക്യാപിറ്റൽ. ഒരാളുടെ ഇക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് സൊസൈറ്റിയിൽ ബോധ്യം കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ബോധ്യം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സ്റ്റാറ്റസ് ആൻഡ് പവർ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതിൽ ബോധ്യം ഒപ്പൈൻ ദാറ്റ് വൺസ് എസ്തെറ്റിക് ഡിസ്പോസിഷൻ ഡിപ്പിക്ട്സ് വൺസ് സ്റ്റാറ്റസ് ആൻഡ് ഹി ഹാസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഹൗ വൺ ചൂസസ് ടു പ്രസൻറ്റ് വൺ സോഷ്യൽ സ്പേസ് ഇൻ ദ വേൾഡ്. അതായത് ബോധ്യൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസ്പോസിഷൻസ്, എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ എന്താ പറയുക, റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മളുടെ സ്റ്റാറ്റസ് ആൻഡ് പവർ ഉണ്ടാവും. അതായത് ഞാൻ വീക്കറാണെന്ന് സൊസൈറ്റിയിൽ നമ്മളങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ കാണുക. അതല്ല, ഞാൻ ഇത്തിരി ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ അതായത് എന്നെ തന്നെ ഞാൻ ബെസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുമ്പം അവിടെ എൻ്റെ സ്റ്റാറ്റസും പവറും ആ രീതിയിലായിരിക്കും വേൾഡിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം ഒരാളുടെ കയ്യിലാണ് അയാൾ എങ്ങനെയാണ് അതായത് സ്ട്രാറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിക്കുന്നതെന്നാണ് ബോധ്യം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പിയറെ ബോധ്യൻ്റെ കോൺസെപ്റ്റിലുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ മൂന്ന് ക്യാപിറ്റൽസാണ്: കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കാര്യമാണ്.